അനുസരിക്കുന്ന ഭാര്യമാര് അനുസരിക്കാത്ത ഭാര്യമാരുടെ അമലുകൾ അള്ളാന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ സ്ത്രീകളോടും അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി, ഒരു ഭർത്താവിന് അർഹതപ്പെട്ടത് അയാൾക്ക് നിങ്ങൾ നൽകണം. അതൊരു പക്ഷേ സമാധാനമാകാം, അതൊരു പക്ഷേ ശരീരത്തിന്റെ സുഖമാകാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലരൊക്കെ പറയുന്നത് പോലെ നാട്ടിൽ 5-8 ഖുർആൻ ക്ലാസ്സിലോട് പോകലുണ്ട്, ഇന്റെ കാര്യമൊന്നും നോക്കലില്ല എന്നാണെങ്കിൽ ആ ദീനുകൊണ്ട് ഇസ്ലാമിന് പ്രത്യേകിച്ച് പ്രസക്തിയില്ല. തന്റെ ഭർത്താവിന്റെ തൃപ്തിയിലാണ് എന്റെ സ്വർഗമെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അധ്വാനത്തിനും വയർപ്പിനും ഞാനൊരു വലിയ പവിത്രത കൽപ്പിക്കണം എന്ന് ചിന്തിച്ച് സമൂഹത്തിനും കുടുംബത്തിനും മുൻപിൽ ആണിന്റെ വിലയും നിലയും വാങ്ങിക്കൊടുക്കുന്ന അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഞാൻ കയറുന്ന സ്വർഗത്തിൽ എന്റെ ഭർത്താവും മക്കളും ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന പെണ്ണാണെങ്കിലേ അവള് ചെയ്യുന്ന ഇബാദത്ത് അള്ളാന്റെ അടുത്തേക്ക് ഉയർത്തപ്പെടൂ. ഇന്ന് രാവിലെ എഴുന്നേൽക്കുക, ഭക്ഷണം കഴിക്കുക, റീൽസ് ഇടുക, വീണ്ടും കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോകുക എന്നതിന് മാത്രം ഭർത്താക്കന്മാരെ കാണുന്നവരുണ്ട്. അത് ചെയ്തൊടുത്തില്ലെങ്കിൽ പിയാപ്പിളാര് വേണ്ട. ആഴ്ചയിലും മാസത്തിലും വെറൈറ്റി ഫുഡ് വാങ്ങിക്കൊടുക്കാത്ത പിയാപ്പിളന് വേണ്ട. കാലത്തിന് കൊള്ളാത്തവനെന്നും പയഞ്ചനെന്നും അല്ലെങ്കിൽ 990-ലെ 2K ഫുൻപുള്ളവനെന്നുമൊക്കെ ആണുങ്ങളെ ആക്ഷേപിക്കുന്ന പെണ്ണിനെ പറ്റി ഇസ്ലാം കൃത്യമായി രേഖപ്പെടുത്തി. അവർക്ക് എന്ത് ദീനുണ്ടെങ്കിലും ഇന്ന് പറയുന്ന മാതിരി നല്ല ദീനുണ്ടാകും ജനങ്ങൾക്കിടയിൽ, പക്ഷെ വീട്ടിൽ ആണിന്റെ മനസ്സിൽ അതില്ലെങ്കിൽ അവളെ ഇബാദത്തും കർമ്മങ്ങളും അള്ളാന്റെ അടുത്തേക്ക് സ്വീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്, ഇദാ സ്വല്ലത്തിൽ മർഅതു, ഒരു പെണ്ണ് അവളെ നമസ്കാരം നിർവഹിച്ചു, ഹംസഹ 5, വസ്വാമത്ത് ഷഹ്റഹ, റമളാനിൽ നോമ്പും നോറ്റു, വഹഫിലത്തു ഫർജഹ, സൂക്ഷിക്കേണ്ടതൊക്കെ അവൾ സൂക്ഷിച്ചു, വഅത്വഅത് സൗജഹ, ഭർത്താവിനെ അവൾ അനുസരിക്കുകയും ചെയ്താൽ. ആദ്യത്തെ 3 മാത്രമല്ല പറഞ്ഞ്, നിങ്ങൾ നിസ്കരിക്കണം, ഖുർആൻ ക്ലാസ്സിന് പോകണം, ബാക്കിയൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാം ശരി, അത് മതി പെണ്ണുങ്ങളെ ദീനിന്. പോരാ, വഅത്വഅത് സൗജഹ, തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഖീല ലഹ, അവളോട് പറയപ്പെടും, ഉദ്ഖുലിൽ ജന്നത മിൻ അയ്യു അബ്വാബിൽ ജന്നത്തി ശിഅതി, നീ ഉദ്ദേശിക്കുന്ന ഏത് വാതിലിലൂടെയും നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാം. നമ്മളെ അമല് അല്ലാഹുവിന്റെ അരികിലേക്ക് എത്തണമെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഇബാദത്തിന്റെ ഭംഗി മാത്രം പോരാ, നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഭംഗി മാത്രം പോരാ, സ്വഭാവത്തിന്റെയും കുടുംബത്തിന്റെയും ക്വാളിറ്റി കൂടി ചേരുമ്പോഴേ ഏത് അമലും അല്ലാഹുവിന്റെ അടുത്ത് സ്വീകരിക്കൂ. നാട്ടിൽ നല്ല ദഅവത്ത് നടത്തി, രാത്രി മുഴുവനും പോസ്റ്റർ ഒട്ടിക്കാൻ പോയി, ആഴ്ചയിൽ എല്ലാ ദിവസവും റോട്ടുമേലിറങ്ങി, നാടൊട്ടുക്കും പ്രസംഗത്തിനും ദാവത്തിനും അല്ലാത്ത ദീനീ പ്രവർത്തനത്തിനും മുന്നിലുണ്ട്. പക്ഷെ സ്വന്തം വീട്ടിൽ കഞ്ഞിയുണ്ടോ? ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കിട്ടിയിട്ടുണ്ടോ? ഭാര്യ ആഗ്രഹിക്കുന്ന ശാരീരിക സന്തോഷം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരല്പനേരം പെണ്ണുങ്ങളെ കൂടിയിരുന്ന് വർത്താനം പറയാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാത്തവന്റെ ദീനീ ദാവത്ത് പോലും പടച്ചോന് വേണ്ട എന്ന ഉലമാക്കൾ രേഖപ്പെടുത്തി. മാതാപിതാക്കളെ സംരക്ഷിക്കാത്തവന്റെ ഇബാദത്ത് റബ്ബിന് വേണ്ട. മാതാവിന്റെ തൃപ്തി കാണാത്ത മക്കളുടെ ഇബാദത്ത് പടച്ചോന് വേണ്ട. ഇസ്ലാം എന്ന് പറഞ്ഞാലും അള്ള സ്വീകരിക്കുന്ന അമല് എന്ന് പറഞ്ഞാലും നമ്മൾ കാണിച്ചു കൂട്ടുന്ന അഭിനയങ്ങളോ ഈ കാട്ടിക്കൂട്ടുന്ന കൊപ്രായങ്ങളോ അല്ല. ഓരോ വക്ത് അള്ളാന്റെ മനസ്സ് മുൻപിലേക്ക് നെഞ്ചു വിരിച്ചു നിൽക്കുമ്പോഴും പടച്ചോന്റെ മുൻപിൽ തലകുമ്പിടുമ്പോഴും ഒരാത്മവിശ്വാസം ഉണ്ടാവണം, എന്റെ അമല് ആകാശം കടക്കുന്നു. കാരണം എന്റെ കുടുംബം, എന്റെ സമ്പത്ത്, എന്റെ ജീവിതം, എന്റെ ഇബാദത്ത്, എന്റെ അമലുകൾ, ഇതൊക്കെ ഞാൻ കോർത്തിണക്കി കൊണ്ടുപോകുന്നുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ പറ്റുമ്പേ അള്ളാഹ് നിശ്ചയിച്ച ഏത് ഇബാദത്തും നമ്മളെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കൂ. അതാണ് തിരുദൂതം പഠിപ്പിച്ചതും. 5 വക്ത് നിസ്കരിക്കുന്നത് കറുത്ത തയമ്പുണ്ടാക്കാനും ശരീരത്തിന്റെ മെയ്വഴക്കം കാണാനും വേണ്ടിയിട്ടല്ല. 5 നേരം കുളിക്കുന്നവനെ പോലെ മനസ്സും ശരീരവും ശുദ്ധമാക്കാൻ ആ നിസ്കാരം നിങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ തസ്ലാൻ നാറൻ ഹാമിയ, നാളെ പരലോകത്ത് നിസ്കാരം പോലും നിങ്ങളെ തിരിഞ്ഞുകുത്തും. അതുകൊണ്ട് അമല് പടച്ചോന്റെ അടുത്തേക്ക് എത്തണേ. ശഅബാൻ മാസത്തില അത് അള്ളാന്റെ അരികിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ പിന്നീട് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ ദീനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് റബ്ബ് ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്.
യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരുപാട് അനാചാരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു മാസമാണ് റജബ്, ഷാബാൻ എന്നീ 2 മാസങ്ങൾ. റജബ് മാസത്തിൽ മിഅ്റാജ് നോമ്പ് പോലെ ഷാബാൻ മാസത്തിൽ ഒരു കൂട്ടം ആളുകൾ നിർമ്മിച്ച ഒരു പുതിയ ബിദ്അത്താണ് ബറാഅത്ത് നോമ്പ് എന്ന ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു നോമ്പ്. ഇതൊക്കെ പറയുമ്പോഴും ചില ആളുകൾ ചോദിക്കും, നോമ്പല്ലേ, നല്ലതല്ലേ, അത് എടുക്കുന്നവരെടുത്തോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഓരോ വ്യക്തികൾക്കും നല്ലതെന്ന് തോന്നുന്നത് അള്ളാഹുവിന്റെ ദീനിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുമായിരുന്നെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ചില സഹാബത്ത് പറഞ്ഞതുപോലെ ഞാൾ ഫുള്ളും നോമ്പോൽക്കും, അള്ളാഹ്ക്ക് ഇഷ്ടല്ലേ? അള്ളാന്റെ ഹബീബ് തിരിച്ചു പറഞ്ഞു, അത് അള്ളാഹുവിന് ഇഷ്ടല്ല. ഞാൻ എന്ന് നോമ്പ് നോറ്റോ അതുപോലെ നിങ്ങൾ നോറ്റാ മതി. എന്നെക്കാളും വലിയൊരു പടച്ചോനെ സ്നേഹിക്കുന്ന ആളുകളായി മാറരുത് എന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്താനുള്ള കാരണം, നമ്മക്കിഷ്ടമുണ്ട്, നല്ലതല്ലേ എന്നതിന്റെ പേരിൽ മതത്തിൽ ഒരു പുതിയ ആചാരം വരാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഞാനൊക്കെ ചിന്തിക്കും, രാത്രി പ്രഭാഷണവും കഴിഞ്ഞ് വീട്ടിലെത്തുന്നത്, ഒരുപക്ഷെ രാത്രി പലപ്പോഴും ക്ഷീണം ബാധിക്കുന്നത് രാത്രി ഇശാ നമസ്കാരത്തിന്റെ സമയത്താ. അതുകൊണ്ട് ഇശാ 2ഉം സുബിഹി എന്തായാലും ഉറങ്ങിയെണീറ്റിട്ട് ഒരു ഫ്രഷായ 5 മണി സമയമായതുകൊണ്ട് അതൊരു 4 ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയാൽ അതിന് ഇസ്ലാമ തെളിവില്ല. ഒരു ഇബാദത്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രവാചകന്റെയും വിശുദ്ധ ഖുർആനിന്റെയും റബ്ബിന്റെയും കൽപ്പനയുണ്ടാവണം. അല്ലെങ്കിൽ ഉലമാക്കള് ഇജ്തിമാ നടത്തി അവര് തീരുമാനമെടുത്ത് അറിയിച്ച ഒരു തീരുമാനമുണ്ടാകണം. ഷാബാൻ 15ന്റെ പ്രത്യേകത എന്താ? ഇസ്ലാമിക ലോകത്ത് ബറാഅത്ത്, ഖുർആൻ അവതരിക്കപ്പെട്ട ദിവസം എന്ന ലേബലിൽ ഇന്ന് വരുന്ന ബറാഅത്ത് നോമ്പിന് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രമാണങ്ങളില്ല. ഒരു വ്യക്തി എല്ലാ മാസത്തിലെയും 13, 14, 15 അയ്യാമുൽ ബീലിന്റെ നോമ്പെടുക്കുന്നവന് ആ 3 ദിവസം തുടർച്ചയായിട്ട് എടുക്കുന്നവന് എടുക്കാം എന്നല്ലാതെ 15 എനിക്ക് ബറാഅത്തിന്റെ നോമ്പ എന്ന് പറഞ്ഞിട്ടൊരു നോമ്പെടുക്കാൻ ഇസ്ലാമിക ചരിത്രത്തിൽ തെളിവില്ല. ആ ബറാഅത്തിന്റെ പേരും പറഞ്ഞ് രാത്രി നടത്തുന്ന 100 റക്അത്ത് നിസ്കാരം സലാത്തുൽ അൽഫിയ, ഒരു ഫാത്തിഹയും 10 സൂറത്തും, പിന്നെ സുജൂദ് പോയി തിരിച്ചു വന്ന് ഒരു ഫാത്തിഹയും 10 സൂറത്തും 20 സലാത്തുൽ അൽഫിയ ഇന്നും നിർവഹിക്കപ്പെടുന്ന പള്ളികളുണ്ട്. രാത്രി 3 യാസീൻ ഓതണം, എന്നാൽ മരിച്ചുപോയ ആത്മാക്കൾ വന്ന് വീട്ടിന്റെ വാതിൽക്കൽ നിൽക്കും എന്ന് വിശ്വസിപ്പിക്കുന്നവരുണ്ട്. അന്ന് രാത്രി ഒരു പ്രത്യേക രീതിയിൽ ഇബാദത്തുകൾ നിർവഹിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നവർ. ഇതൊന്നും ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഷാബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. അത് കാരണം എന്ത് എന്ന് കഴിഞ്ഞ ആഴ്ച നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉപകാരമില്ലാത്ത അറിവുകളിൽ നിന്ന് ഉപകാരമുള്ള അറിവുകൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ചെയ്ത അമലുകൾ അള്ളാന്റെ അരികിലേക്ക് ഉയർത്തപ്പെടാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണം. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, റബ്ബേ ഞാൻ നിന്നോട് തേടിക്കൊണ്ടിരിക്കുന്നു, ശരണം തേടുന്നു, കാവൽ ചോദിക്കുന്നു. റബ്ബേ മിൻ ഖൗലി ലാ യുസ്മഅ, നീ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ നിന്റെ നാവുമെന്നുണ്ടാവരുത്. മിൻ ഖൗലി, ഒരു അക്ഷരന്റെ നാവുമെന്നുണ്ടാവരുത്. ആർക്കിഷ്ടപ്പെടാത്ത? ജനങ്ങൾക്കല്ല. നീ ഇഷ്ടപ്പെടാത്തത്, അതിൽ പരദൂഷണം വരും, എന്തും പെടും. അത് ഇഷ്ടപ്പെടാത്തൊരു വാക്കിന്റെ നാവുമെന്നുണ്ടാവരുത് റബ്ബേ. വഅമലിൻ ലാ യുർഫഅ, നിന്നിലേക്ക് ഉയർത്തപ്പെടാത്ത അമലുകളിൽ നിന്നും ഞാൻ നിന്നോട് കാവല് ചോദിക്കുക. ഞാൻ കുറെ എന്തൊക്കെയോ ചെയ്യലുണ്ട്, എന്റെ അടുത്തേക്ക് അത് ഉയർത്തപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആ അമലുകൊണ്ട് എന്ത് ഗുണ റബ്ബേ എനിക്കുള്ളത്? അതുകൊണ്ട് നിന്നിലേക്ക് ഉയർത്തപ്പെടാത്ത അമലുകളല്ല എനിക്ക് വേണ്ട, നിന്നിലേക്ക് ഉയർത്തപ്പെടുന്ന അമലുകളായിട്ട് നീ എനിക്കത് തരണം. അതോടൊപ്പം വഖൽബിൻ ലാ യഖ്ശഅ, ഭയപ്പെടുന്ന, നിന്റെ സ്ഥാനത്തെക്കുറിച്ച് ഭയം തോന്നുന്ന, നിന്നെ ഭയം കൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു കൽബ് എനിക്ക് ഉണ്ടാക്കി തരണം. ഇന്ന് ആളുകൾക്ക് നരകം പറയുമ്പോഴേ പേടിയുള്ളൂ. ആ പേടിയല്ല ഇസ്ലാം മുൻപോട്ട് വെച്ച് സ്വർഗം കണ്ട് ആനന്ദിക്കാൻ, സ്വപ്നം കാണാൻ. അതുകൊണ്ട് റബ്ബേ എനിക്ക് ആ ഭയം ഉണ്ടാകുന്ന ഒരു മനസ്സുണ്ടാവണം. എനിക്ക് നഷ്ടപ്പെട്ടുവോ എന്നുള്ള ഭയം, അല്ലാതെ
ഞാനിപ്പോ തീയിൽ വീഴുമോ എന്നുള്ള ഭയമല്ല, എനിക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം. അങ്ങനെ ഒരു ഭയമുള്ള മനസ്സെനിക്ക് ഉണ്ടാക്കി തരണം റബ്ബേ. ഉപകാരമില്ലാത്ത അറിവുകളിൽ നിന്ന് നീ എന്നെ കാക്കുകയും ചെയ്യണം. ഉപകാരമില്ലാത്ത ഒരുപാട് അറിവിന്റെ മനസ്സിലുണ്ട്, അതിന് കാത്തുരക്ഷിക്കുകയും ചെയ്യണം. ഇത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പതിവാക്കണമെന്ന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൗലി ലാ യുസ്മഅ വഅമലിൻ ലാ യുർഫഅ വഖൽബിൻ ലാ യഖ്ശഅ വഇൽമിൻ ലാ യുൻഫഅ. ഇത് നിരന്തരം പതിവാക്കിയിരുന്നു സ്വഹാബത്ത്. അവരുടെ അമലുകൾ അള്ളാന്റെ അരികിലേക്ക് എത്താൻ വരാനിരിക്കുന്ന പരിശുദ്ധ റമളാനിൽ നമ്മളെ അമലുകൾ അല്ല, അതിന്റെ മുൻപേ ചെയ്തത് അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ ഈ ഒരു സ്വഭാവത്തിന്റെ ഉടമകളായി മാറാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബെ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവെ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നാഥ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാഥ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് റബ്ബെ. എല്ലാം എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുവേ, വസിയത്ത് നടന്നവരുണ്ട് പ്രാർത്ഥിക്കാൻ. അസുഖം ബാധിച്ച് അങ്ങേയറ്റം പ്രയാസപ്പെടുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞവർ, വെന്റിലേറ്ററിൽ കിടക്കുന്നവർ, നാദാ, ഓരോരുത്തർക്കും എന്താണോ ഏറ്റവും ഹൈറായത് ആ ഹൈറായതിലേക്ക് നീ എളുപ്പം നൽകുകയും ക്ഷമയോടെ അതിനെ നേരിടാൻ നീ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, അള്ളാഹുവെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മെഹബൂബ് സാഹിബ് അടക്കം നിന്റെ വിളിക്ക് ഉത്തരം നൽകി നാഥ, കബറിടം വിശാലമാക്കി കൊടുക്കുകയും നിന്റെ സ്വർഗത്തിൽ നീ ഞങ്ങൾ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥ. കടബാധ്യതയിൽപ്പെട്ടവരുണ്ട്, ഹറാമായ ലോണ് പോലെയുള്ള സംവിധാനത്തിൽ അബദ്ധം കൊണ്ട് ചാടിപ്പോയവരുണ്ട്. മരണത്തിന്റെ മുൻപ് അതിൽ നിന്നെല്ലാം മുക്തമായി ഹലാലായ സമ്പാദ്യത്തോടെ ജീവിച്ചു മരിക്കാൻ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. വരാനിരിക്കുന്ന പരിശുദ്ധ റമളാനിൽ നീ ഞങ്ങൾക്ക് സ്ഥാനം നൽകുകയും നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് നിന്നിലേക്ക് തൃപ്തി നേടുന്ന മുഅ്മിനീങ്ങളാവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ അൻസുർ ലിഗസ്സ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ.